ഹലോ ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. വീട്ടിലാണ് ഞാൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് പുട്ടാണ് കഴിക്കാനുണ്ടായിരുന്നത്. പുട്ടിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മാങ്ങാപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. പുട്ടും മാങ്ങാപ്പഴം അടാർ കോമ്പിനേഷൻ ആട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഫുള്ള് റീൽസിലൊക്കെ കാണാൻ പറ്റാറുണ്ട്. കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. കഴിച്ചവരുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും വീട്ടിലൊരു അതിഥി എത്തും. അപ്പുറത്തെ പട്ടിയാണ്. പണ്ട് മുതൽ അവിടെ കിടന്നാണ് വളരുന്നത്. അങ്ങനെ അവർ വളർത്തുന്നതല്ലായിരുന്നു, പക്ഷേ ഇപ്പം അവിടെ തന്നെയാണ് ആള്. ചിഞ്ചു എന്നാണ് അവളുടെ പേര്. എനിക്ക് പൊതുവെ പട്ടികളെ ഇങ്ങനെ തലോടാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. എന്നാലും ചിഞ്ചുവിൻ്റെ അടിക്ക് എനിക്ക് അത്ര ഇത് കുഴപ്പമൊന്നുമില്ല. കാരണം അവളങ്ങനെ കടിക്കൂല എന്നൊരു വിശ്വാസത്തിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. എവാങ്കൂട്ടനും പേടിയൊന്നുമില്ല കേട്ടോ. അപ്പൊ എവാങ്കൂട്ടൻ ഇങ്ങനെ കുഞ്ഞിലെ മുതൽ അവൻ ജനിച്ച നാൾ മുതൽ ഈ പട്ടിയുണ്ട്. അപ്പൊ അവനിങ്ങനെ ചിഞ്ചു എന്നങ്ങനെ നീട്ടി വിളിക്കും. നല്ല രസമായിട്ടോ അവൻ വിളിക്കണ കേൾക്കാനൊക്കെ. അതുപോലെ ചിഞ്ചു ഇങ്ങനെ അവൻ തലയെ തൊടുമ്പം ഇങ്ങനെ കണ്ണൊക്കെ അടച്ച്, എനിക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്, അവൾ ആ ഒരു സുഖത്തിലിരിക്കുവാണെന്ന് അറിയില്ല. പട്ടീനെ കളിപ്പിച്ച് കഴിഞ്ഞ ഉടനെ അവൻ പോയി കൈയൊക്കെ കഴുകി, പിന്നെ അമ്മ കുളിപ്പിച്ചൊക്കെ എടുത്തു ഫുഡൊക്കെ കൊടുത്തിട്ട് ആൾ അംഗനവാടിയിലേക്ക് ആക്കുവാണ്. അവൻ വീട്ടിലാട്ടോ നീന്തിരുന്നത്. എബൂട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. എബൂട്ടൻ ട്യൂഷൻ കൊണ്ടാക്കിയിരുന്നു. ഇനി ഇവൻ അംഗനവാടിയിലാക്കിയിട്ട് വേണം എബൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ചെക്കൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോകട്ടോ. അംഗനവാടി പോകാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞ് ഇവനൊക്കെ പോണ കാണുമ്പോഴേക്കും പണ്ടത്തെ സ്കൂൾ ജീവിതമൊക്കെ മതിയായിരുന്നു. അംഗനവാടിയിലൊക്കെ പോകുമ്പോൾ എന്ത് രസമല്ലേ. കുറേ നേരം കളിക്കാം, കൂട്ടുകാരുടെ അടുത്ത് സന്തോഷിച്ചൊക്കെ ഇരിക്കാം, ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം, എല്ലാം നല്ല രസമായിരുന്നു. ഈ സമയത്താണ് അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ വന്നു, അവൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. ടാറ്റയൊക്കെ തന്ന ആൾ പോയിട്ടോ. അവിടെ ചെന്നപ്പോൾ പിന്നെ നമ്മളെയൊന്നും വേണ്ട, അവനങ്ങ് പോയി. പിന്നെ എബൂട്ടനാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇത് ചേട്ടായുടെ വീടാട്ടോ. അപ്പം അവൻ ട്യൂഷൻ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കൊണ്ടുവരിക ചെയ്തത്. ഞാനില്ലാത്ത സമയങ്ങളിൽ ചേട്ടായി വീട്ടിൽ കൊണ്ടാക്കാറാട്ടോ പതിവ്. വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ജിൻസിമോളെന്ന് വിളിക്കണം. അവളുടെ അമ്മയ്ക്ക് മേലാണ്ടിരിക്കുകയായിരുന്നു. അപ്പം തങ്കമ്മച്ചിനെ കാണാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴേക്കും തങ്കമ്മച്ചി എനിക്ക് മാങ്ങയൊക്കെ തന്നു വിട്ടു കേട്ടോ. അതുപോലെ തന്നെ ചേട്ടായുടെ വീട്ടിൽ നിന്നും മാങ്ങ തന്നു വിട്ടിരുന്നു. അപ്പോൾ കുറേ മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ജീവനായിട്ടുള്ള സാധനമാണ് മാങ്ങ എന്ന് പറയുന്നത്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇതില്ല, ബാക്കി ഉള്ളവരൊക്കെ ഇങ്ങനെ തരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ രണ്ട് വീട്ടിൽ നിന്ന് മാങ്ങ കിട്ടി സന്തോഷത്തിലായിരുന്നു ഞാൻ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനും അമ്മയും കൂടി ആയുർവേദത്തിലൊക്കെ പോയായിരുന്നു. ഇപ്പോൾ 2 ദിവസം മുമ്പ് അമ്മയുടെ മരുന്ന് തീർന്നു. അപ്പോൾ അവിടെ വരെ ഓട്ടോ വിളിച്ച് പോയി വെറുതെ കാശ് കളയണ്ടല്ലോ എന്ന് കരുതി അമ്മ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു കേട്ടോ. ഞാനും അമ്മയും എബൂട്ടനും കൂടിയാണ് പോയത്. ഞങ്ങൾ എവിടെ പോയാലും എബൂട്ടൻ കൂടെ കാണും കേട്ടോ. അവനിങ്ങനെ നോക്കിയിരിക്കും എവിടെ പോകണം. അപ്പോൾ അമ്മ കുപ്പിയൊക്കെ എടുത്തു. തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് കുടുംബശ്രീയുടെ കാശ് അടയ്ക്കാനുണ്ട്. അമ്മയുടെ പേരെന്നാടാ? അല്ല, വേറെ പേരെന്നാ? ത്രസ്യമ്മ. അതൊന്നുകൂടി പറഞ്ഞ ഞാൻ പല്ലെന്ന് കാണിച്ചേ. ഇവിടെ നോക്കി പറ. മാതാശ്രീ എവിടെ പോവാ? പോവാ നമുക്ക്. അമ്മയുടെ ലുക്ക് നോക്ക്, എന്റെ എബുവിന്റെ ലുക്ക് നോക്ക്. ബൈ ബു. നമ്മൾ തമ്മിൽ ലോക്കലി. പിന്നെ ഞങ്ങൾ ആയുർവേദത്തിലെത്തി. ഞാനും എബൂട്ടിനും പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നേരിട്ട് ഒരു ഡ്രസ്സൊന്നും മാറണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അമ്മ എന്താണെങ്കിലും പോയിട്ട് വന്നോളൂല്ലോ. അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സംശയങ്ങളാട്ടോ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓരോരോ സംശയങ്ങളായിരുന്നു ഫുള്ള്. പിന്നെ അവിടെ ആ പോസ്റ്റ് വെച്ചേക്കുന്ന ആരുടെയാണ്, അതാരാണ്, എന്താണ്, അവരെവിടെയാണ്, ഫുള്ള് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടേ കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കുകയും ചെയ്യും. ചിലപ്പോഴൊക്കെ അവൻ തിരുത്തി തരും കേട്ടോ. മേമ്മ അത് അങ്ങനെയല്ല, മേമ്മ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു തരും. അമ്മ പോകുന്നതും കണ്ടു, അമ്മ വരുന്നതും കണ്ടു കേട്ടോ. അപ്പോൾ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഡോക്ടറിൻ്റെ അച്ഛൻ മരിച്ചുകൊണ്ട് ഡോക്ടർ ലീവാണ്. സോ അതറിയില്ലായിരുന്നു. അപ്പം ഇനിയിപ്പോൾ പിന്നെ ഒരു ദിവസം വരണം. ഇതാട്ടോ മൂത്തിടത്താവ് അമ്പലം. അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയുടെ ഒന്ന് നോക്കാൻ പറയുമ്പോൾ അമ്മയ്ക്ക് കണ്ണ് പിടിക്കണില്ല കേട്ടോ. അതാണ് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിട്ട് എന്തോ പോലെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ SBI ബാങ്കിൽ പോയി. TVയിൽ തന്നെ കേട്ടോ. അപ്പം അമ്മയുടെ കുടുംബശ്രീയുടെ കാശ് അടയ്ക്കാനുണ്ടായിരുന്നു. ഇവർ ഓരോരുത്തരാണ് ഓരോ ആഴ്ച അടയ്ക്കുന്നത്. അപ്പോൾ അമ്മയുടെ ഊഴായതുകൊണ്ട് തന്നെ അമ്മ അടയ്ക്കാൻ വേണ്ടി വന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായി. അപ്പം ദേ നിൽക്കുന്നു ചിഞ്ചു വാതിക്കൽ. അപ്പം അമ്മ ചോറും മീൻകറിയും കൂടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അവിടുത്തെ ആൻറ്റി ഉള്ളപ്പോൾ അവർ കൊടുക്കും, അവരില്ലാത്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റായിട്ട് ഇവൾ സമയാസമയങ്ങളിൽ വന്നോളും. പിന്നെ അടുത്ത വീട്ടിൽ തന്നെ ഫുഡിൻ്റെ എന്തോ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു, ചിക്കൻ്റെ ആണ് സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിചാരിച്ചു നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കാഞ്ഞിട്ടാണ്. അതുകൊണ്ട് കുറേ നേരം ആൾ പിണങ്ങി നിൽക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അമ്മ വിളിച്ചപ്പോഴേ പുറകെ പോയി ആൾ ഫുഡ് കഴിക്കുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. അവിടെ ഫുഡ് കൊടുക്കണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാത്രത്തിൽ കൊടുക്കുന്നതും ആൾക്ക് താല്പര്യമില്ല. ബൂട്ടിലിരുന്ന് വിജയുടെ സിനിമ ആണെന്ന് ബഹളം വെച്ചിട്ട് ബിഗില് ഉണ്ടായിരുന്നു TVയിൽ. അവൻ ഇങ്ങനെ നോക്കിയിരുന്നാണ്. സമയമൊക്കെ പറഞ്ഞത് മേമേ ഇന്ന സമയത്ത് ആ സിനിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അവനോട് സിനിമ കാണുവാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എടാ തമിഴ് നിനക്ക് അറിയിച്ചപ്പോൾ അവൻ എടുത്ത് വായിക്ക് എന്നോട് പറഞ്ഞു, മേമേ സിനിമ കണ്ടാൽ പോരെ, ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞു. എനിക്ക് എന്തോ പോലെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ ചീരത്തോരനും മീൻകറിയും സാമ്പാറൊക്കെ കൊണ്ട് ചോറ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എബുവിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. അതായത് മഴയുണ്ട്, അപ്പോൾ ആൾ തണുത്തിട്ടാണ് ഇങ്ങനെ മൂടി പുതച്ച് കിടന്ന് സിനിമ കാണുന്നത്. ഞാൻ പറഞ്ഞു, നീ കട്ടിലെ
പോയി കിടന്ന് ഉറങ്ങിക്കോണം, ഇപ്പം അത് വേണ്ട, അവന് സിനിമയും കാണണം, എന്നാലും അവന് തണുത്തിട്ടിരിക്കാനും വയ്യ. അങ്ങനെ ആ സമയത്താണ് റാണി ആൻറ്റി റോസ്മോളും വന്നത്. ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിരുന്നു കൊതവറയിൽ. 4 മണിക്ക് അവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. വീട്ടിലെ കറിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് കറിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങാൻ പോയി. മത്തി തന്നെയാണ് വാങ്ങിയത്. റാണി ആൻറ്റി അങ്ങനെ എല്ലാ മീനും കഴിക്കത്തില്ല, എൻ്റെ അമ്മേനെ പോലെ തന്നെയാണ്. അങ്ങനെ മത്തി വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ് ഗോയ്സ്. ഇത് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അടുത്ത് തന്നെ ഒരു കടയിട്ട് കേട്ടോ. അവിടെ നടന്നപ്പം മീൻ വാങ്ങിയത്. റോസ്മോൾ എന്തോ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. മത്തി കണ്ടപ്പം തന്നെ വറുത്താൽ മതി എന്ന് ഞാനും എബൂട്ടനും പറഞ്ഞു കേട്ടോ. എന്താണെന്നറിയില്ല, മീൻ വറുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കുരുമുളക് ഇട്ട് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതിനിടയ്ക്ക് ബിൻസി വിളിച്ചിട്ട് അവൻ ഫോണൊക്കെ വിളിച്ചിട്ട് നടക്കുവാണ്. ഇപ്പം ഞങ്ങൾ പോകണമാണ്, നല്ല രസമുണ്ടല്ലോ. ഫ്രണ്ട് റാണി ആൻറ്റി, പിന്നെ അമ്മ, പിന്നെ എബൂട്ടൻ, റോസിമോള്, ഏറ്റവും ലാസ്റ്റ് ഞാൻ. അങ്ങനെ നിരയായി പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും ചേട്ടായുടെ അടുത്ത് പോയി ചൂണ്ടയിടാൻ പോയി. ചേട്ടായുടെ പണിസ്ഥലത്തിൻ്റെ പുറകിലായിട്ട് ഒരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചൂണ്ടയിടാൻ പോയി. ചേട്ടായി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഞങ്ങളോട് ഇറങ്ങി വന്നതാണ്. റോസിമോൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ വന്നതാണ്. അങ്ങനെ എബൂട്ടനും റോസിമോളും ഞാനും ചേട്ടായും കൂടി ചൂണ്ടയിടുവാണ്. ഞങ്ങൾക്ക് ഒരു 5-6 മീനിനെ കിട്ടി കേട്ടോ. കാരി, വരാല്, അണ്ടികള്ളി അതൊക്കെയാണ് കിട്ടിയത്. ചൂണ്ടയിടുന്ന വീഡിയോ ഞാൻ വേറെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എബൂട്ടനാണ് ഇത് വലിച്ചെടുത്തത്. അവനിങ്ങനെ ചേട്ടായി സഹായിച്ചു കൊടുത്തു. അവനിങ്ങനെ കൊത്തി കുഞ്ഞ് വലിച്ചെടുത്തു. ഇത് കാര്യാട്ടോ. എനിക്ക് ഈ മീനിനെ പറ്റിയൊന്നും വലിയ അറിവില്ല, ചേട്ടായി പറഞ്ഞു തന്നതാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ എന്താണേലും ഇടുന്നുണ്ട്. അപ്പം മീൻപിടുത്തമൊക്കെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ആ വീഡിയോ കാണണം കേട്ടോ. ഒരു 5-6 മീനിനൊക്കെ ഞാൻ കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ശരിക്കും മടുത്തു പോയി. ഒന്നാമത് ഫുൾ ഡേ ഇതുപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുമായിരുന്നല്ലോ. മീൻ പിടിച്ചപ്പോൾ എബുവിൻ്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന് പോലും അറിയില്ല. പിന്നെ നേരെ വീട്ടിൽ വന്ന് മത്തി വറുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ഇതിൻ്റെയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും വറുക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ കുരുമുളകൊക്കെ പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാൻ എന്താണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ കപ്പ അമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പ ഞാനാണ് അരിഞ്ഞത്, അമ്മ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അരിഞ്ഞൊക്കെ കൊടുത്തു. അമ്മ കപ്പ പുഴുങ്ങി. കപ്പയുടെ കൂടെ തന്നെ ഉള്ളിയും മുളകും കൂടി ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. കട്ടൻ കാപ്പിയും കൂട്ടി കുടിച്ചപ്പം അടിപൊളി ടേസ്റ്റ്. നല്ല ആവി പറക്കുന്ന കട്ടൻ കാപ്പിയും ചൂടുള്ള കപ്പയും അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ചമ്മന്തിയും കൂടെ തകർത്ത് പെയ്യുന്ന മഴയും. ആഹാ അന്തസ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. പിന്നെ നൈറ്റ് ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.